Xiaomi 13 Ultra ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ചൈനയിലും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഫീച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ബോഡി ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ബോഡി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 67mm ഒരു അഡാപ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ കവർ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ആ ക്യാമറ സർക്കിൾ കവർ ചെയ്യാനായിട്ട് ഒരു റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ബൈ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു DSLR ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു ക്യാമറ എങ്ങനെയാണ് വരുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ക്യാമറ ബോഡിയിൽ നമുക്ക് ഒരു സ്വിച്ചും കാര്യങ്ങളുണ്ട്. നമ്മളെ ക്യാമറ ഫോക്കസ് ചെയ്യാനും അതുപോലെ ഫോട്ടോ എടുക്കാനും പിന്നെ അതിൻ്റെ ബ്ലറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ആ ഒരു ക്യാമറ ബോഡിയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ബോഡി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോൺ ഒരു ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു മോഡലുണ്ട്. നമുക്കിതിനകത്ത് Qualcomm Snapdragon 8 Gen 2 ആണ് ഇതിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ലൈക്കേൻ്റെ ക്യാമറ സിസ്റ്റം ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്കിതിനകത്ത് 1 ഇഞ്ചിൻ്റെ അൾട്രാ ലാർജ് സോണി IMX 989 എന്ന് പറയുന്ന സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. IP68 റേറ്റിംഗ് കാര്യങ്ങളുണ്ട്. അതായത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു Xiaomi 13 Ultra എന്ന് പറയുന്നത്. പെട്ടെന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാം ആവുകയോ അല്ലെങ്കിൽ ചൂടാവുകയോ ഒന്നുമില്ല. കാരണം വെച്ചാൽ അതിനകത്ത് നമുക്ക് VC ലിക്വിഡ് കൂളിംഗ് കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ലൊരു ലാർജ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് ഈ ഒരു Xiaomi 13 Ultra'യിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വിൻറ്റേജ് ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഡിസൈൻ മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു Xiaomi 13 Ultra'യിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിൻറ്റേജ് ക്യാമറയിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ലെതർ കോട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേ ഒരു സെറ്റപ്പ് തന്നെ നമ്മുടെ ഈ ഒരു Xiaomi 13 കൊണ്ടുവന്നിട്ടുണ്ട്. ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്കൊരു കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിമാണ് സൈഡിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ ക്യാമറ, അതിൻ്റെ ആ ഒരു കട്ടൗട്ട് പോലെ തന്നെയുള്ള ഒരു സർക്കിളാണ് നമ്മുടെ ഈ ഒരു Xiaomi 13 Ultra'യിലും കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ക്യാമറേൻ്റെ അവിടെ ആയിട്ട് ഒരു ചെറിയ കെർവും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ബൾക്കി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് തോന്നുമായിരിക്കും. അതങ്ങനെ കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി Xiaomi കൊണ്ടുവന്നിരിക്കുന്നതാണ്. കെർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ IR ബ്ലാസ്റ്ററും കാര്യങ്ങൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. നമ്മൾ ബാക്ക് സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണല്ലോ വന്നിരിക്കുന്നത്. ആ ഒരു ലെതർ ഒരിക്കലും ഡാമേജ് ആവില്ല എന്നുള്ളതാണ് Xiaomi പറയുന്നത്. UV റേസ് അടിച്ചാലോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ലെതർ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവില്ല എന്നുള്ളതാണ് Xiaomi ഉറപ്പ് നൽകുന്നത്. 3 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒലിവ് ഗ്രീനും പിന്നെ ബ്ലാക്ക് വൈറ്റ്, അങ്ങനെ 3 കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ കാര്യങ്ങളും പോകുന്നത്. ഒരു പ്രീമിയം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വിൻറ്റേജ് ക്യാമറേൻ്റെ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ Xiaomi ഇവിടെ നോക്കിയിട്ടുണ്ട്. എന്തായാലും അതൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ്. ഇതിൻ്റെ ബ്ലാക്ക് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്കിനകത്ത് 6.73 ഇഞ്ചിൻ്റെ 2K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO ടെക്നോളജിയും കാര്യങ്ങളും വരുന്നുണ്ട്. ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2600 nits ആണ്. അത്രയും നമുക്ക് പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും അവൈലബിൾ ആണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡോൾബി വിഷനും കാര്യങ്ങളും വരുന്നുണ്ട്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിറ്റെക്സിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ബെറ്റർ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യാതൊരു കോംപ്രമൈസും ഇവിടെ ചെയ്തിട്ടില്ല. ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും അതുപോലെ നമുക്ക് 90 W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് 50 W വയർലെസ് ആയിട്ടുള്ള ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ബാറ്ററി സൈഡിലും യാതൊരു പ്രോബ്ലവും കാര്യങ്ങളും ഞാൻ കാണുന്നില്ല. ഒരു ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. Qualcomm Snapdragon 8 Gen 2 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതിനകത്ത് LPDDR5Xന്റെ RAM ആണ് വരുന്നത്. 16GB RAM ആണ് ഏറ്റവും ഹൈ ലെവലുള്ള RAM വേരിയന്റ് വരുന്നത്. അതുപോലെ നമുക്ക് UFS 4.0 സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. 1TB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള ആ ഒരു സ്റ്റോറേജ് വേരിയന്റ് വരുന്നത്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. 1TB ആണ് മാക്സിമം സ്റ്റോറേജ് വേരിയന്റ് വരുന്നത്. ഇതിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 12GB RAM അതുപോലെ 256GB സ്റ്റോറേജ് വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6GB RAM 512GB സ്റ്റോറേജ് വേരിയന്റും വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 3 RAM വേരിയന്റ് 3 സ്റ്റോറേജ് വേരിയന്റ് അവൈലബിൾ ആണ്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഓവറോൾ പെർഫോമൻസിനും എല്ലാത്തിനും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പല സ്മാർട്ട് ഫോണുകളും അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലായുള്ള സ്മാർട്ട് ഫോണിലും കണ്ടിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 പിന്നെ MIUI 14 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. ഇതിനകത്ത് സോണി IMX 989 എന്ന് പറയുന്ന ഒരു സെൻസറും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈപ്പർ OIS സപ്പോർട്ടായുള്ള ലെൻസും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് 50MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സോണി IMX 858 എന്ന് പറയുന്ന ഒരു സെൻസർ കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയുള്ള 2 ലെൻസിലും നമുക്ക് ഈ ഒരു സെയിം ആയിട്ടുള്ള സെൻസറും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് IMX 858 എന്ന് പറയുന്ന ഒരു സെയിം സെൻസറാണ്. 50MP സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ 50MP ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതായത് 3x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും കൂടെ വരുന്നുണ്ട്. അങ്ങനെ 2 ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു പ്രൈമറി ലെൻസുമാണ് വരുന്നത്. അങ്ങനെ നമുക്ക് കോഡ് ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 8K and 30 FPS ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 32 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻ
സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പോണേ. ഇതൊരു 5G ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മളിതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തുള്ള പ്രൈസാണ് പറയുന്നത്. ഇത് നമ്മൾ ചൈനയിൽ ലോഞ്ച് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രൈസ് റേറ്റ് അവിടെ ഉണ്ടല്ലോ, അതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതിനെ ബേസ് ചെയ്തുള്ള പ്രൈസാണ് പറയാൻ പോകുന്നത്. 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിന് 71,600 രൂപയാണ് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 16GB 512GB മോഡലിൽ നമുക്ക് 77,000 രൂപ അടുത്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16GB അതുപോലെ 1TB സ്റ്റോറേജ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 87,000 രൂപ അടുത്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയുള്ള മോഡൽ തന്നെ, ഡീസൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കിടിലം ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. കാരണം വെച്ചാൽ നമുക്കൊരു ബെറ്റർ ഉള്ള ക്യാമറ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. ലൈക്കാൻ്റെ ക്യാമറ സിസ്റ്റം ആണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഒരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നല്ലൊരു പവർഫുൾ ആയിട്ട് ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം നോക്കുന്ന സമയത്ത് ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 13 Ultra എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.